റിവ്യൂ ബോംബിംഗ് എന്ന വാക്ക് കേട്ടു തുടങ്ങിയിട്ട് അധിക കാലമൊന്നുമായില്ല. എന്നാൽ ഈയിടെയായി സംവിധായകരും നിർമ്മാതാക്കളും അതുപോലെ തന്നെ നായകന്മാരും ഒക്കെ തന്നെ പറയുന്നത് റിവ്യൂ ബോംബിംഗ് മൂലം ചിത്രങ്ങൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം സിനിമകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി പല റിവ്യൂസും ചെയ്യപ്പെടുന്നു എന്നാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഒരു സിനിമ നിർമ്മിച്ച് അത് തിയേറ്ററിലെത്തി പണം കൊടുത്ത് ആ ചിത്രം കാണാനായി ഒരു കൂട്ടം ആളുകൾ എത്തുന്നു. അവർക്ക് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? പലരും ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. പണം കൊടുത്ത് തിയേറ്ററിലെത്തി സിനിമ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കൊടുത്ത പണത്തിന്റെ യാതൊരു പ്രയോജനവും ആ സിനിമയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അത് തുറന്നു പറയാനുള്ള അവകാശം ഒരു വ്യക്തിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പലരും ജോലി സമ്മർദ്ദവും മറ്റും കാരണം കുറച്ചു സമയം റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലരും സിനിമാ തിയേറ്ററുകളിൽ എത്തുന്നത്. പലതരത്തിലുള്ള പ്രേക്ഷകരുണ്ട്. എല്ലാവരും തന്നെ സിനിമയെക്കുറിച്ച് ഒരു താത്വികമായിട്ടുള്ള അവലോകനമൊന്നും നടത്താൻ വേണ്ടിയിട്ടായിരിക്കില്ല സിനിമാ തിയേറ്ററുകളിൽ എത്തുന്നത് അല്ലെങ്കിൽ സിനിമ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. ആ തരത്തിൽ അവരെ മാനസികമായി സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ അഭിപ്രായം തുറന്നു പറയുക തന്നെ ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നതിലൂടെ ഒരു സിനിമ മൊത്തത്തിൽ തകർന്നു പോകും എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? മലയാള സിനിമയിലെ ചില നടന്മാർ, അതായത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസനെ പോലുള്ള നടന്മാരൊക്കെ സിനിമാ റിവ്യൂവിനെ അനുകൂലിക്കുന്നവരാണ്. മാത്രമല്ല മമ്മൂട്ടി വരെ പറയുന്നുണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്നത് നല്ലതാണെന്ന്. എന്നാൽ അതേസമയം മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുന്നുമുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചിലർ സിനിമയെ വളരെ മോശം രീതിയിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള പല പരാമർശങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതൊരിക്കലും സിനിമയെ ബാധിക്കുമെന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ മുടക്കി ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം തന്നെയാണ് ഒരു ചിത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുക തന്നെ വേണം. എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. സിനിമ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയുള്ളതാണ്. കണ്ട് അറിഞ്ഞ് അവർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ പലർക്കും അതിൽ അസഹിഷ്ണുത തോന്നുന്നത് എന്തിനാണ്? ഈ അടുത്താണ് സിനിമ റിവ്യൂ ചെയ്യുന്നതിനെതിരെ പല സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും ഒക്കെ തന്നെ രംഗത്ത് വരുന്നത്. മാത്രമല്ല ഇതിന്റെ പേരിൽ പല കേസുകളും നിലവിലുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബാന്ദ്ര എന്ന ചിത്രമാണ്. ദിലീപ് നായകനായെത്തിയ ബാന്ദ്ര എന്ന ചിത്രത്തിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവായുള്ള നിരൂപണം നടത്തി എന്ന പേരിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അശ്വന്ത് കോക്ക് ഉൾപ്പെടെ 7ഓളം വ്ളോഗർമാർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അശ്വന്ത് കോക്ക്, ഷിഹാബ്, ഉണ്ണി വ്ളോഗ്സ്, ഷാസ് മുഹമ്മദ്, അർജുൻ, ഷിജാസ് ടോക്സ്, സായി കൃഷ്ണ എന്നീ 7 യൂട്യൂബർമാർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം. ചിത്രം റിലീസായി 3 ദിവസം കൊണ്ട് തന്നെ കമ്പനിക്ക് നഷ്ടം വരുന്ന രീതിയിൽ റിവ്യൂ നടത്തി എന്നതാണ് പരാതി. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സിനിമയെക്കുറിച്ച് വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിയതെന്നും ഇവർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ റിവ്യൂ ബോംബിംഗ് ആണ് ചില യൂട്യൂബർമാർ നടത്തുന്നതെന്നും വലിയ നഷ്ടമാണ് ഇത് തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഹർജി പരിഗണിച്ച കോടതി റിവ്യൂ ബോംബിംഗ് എന്ന പരാമർശം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. ബാന്ദ്ര മാത്രമല്ല, ഇതിനു മുൻപും സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നടത്തി എന്ന പേരിൽ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ചിത്രത്തിനും നെഗറ്റീവും പോസിറ്റീവും റിവ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രേക്ഷകനും അവന്റെ നിരൂപണമാണ് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായമാണ് വ്യക്തമാക്കുന്നത്. അതെങ്ങനെ ഒരു സിനിമയെ മൊത്തത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയെ തന്നെ തകർക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ റിവ്യൂ ചെയ്യുന്നത് ബാധിക്കുക? ഇതുപോലെ തന്നെ ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ മാസം ഒക്ടോബറിൽ നടന്നത്. മോശം റിവ്യൂ കാരണം തന്റെ സിനിമ പരാജയപ്പെട്ടെന്നും സിനിമയ്ക്ക് മോശം റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനി പരാതി നൽകിയത്. ഇത്തരത്തിൽ ഈ അടുത്തായി സിനിമകൾക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ പലർക്കുമെതിരെ കേസുകൾ നിരവധിയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമായാണ് പലരും വിലയിരുത്തുന്നത്. കാരണം മുൻപും പല ചിത്രങ്ങളെക്കുറിച്ചും ഇതുപോലെ നെഗറ്റീവ് റിവ്യൂകൾ വന്നാൽ പോലും അത് ബോക്സ് ഓഫീസിലൊക്കെ വലിയ കളക്ഷൻ നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ കാരണം ഒരു സിനിമ തകർന്നുപോയി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സിനിമാ നിരൂപണം കൊണ്ട് മാത്രമല്ല, സിനിമകൾ മോശമാകുന്നതും ഒരു സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമാണെന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സിനിമാ റിവ്യൂ സംബന്ധിച്ച കേസുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ, ഉബൈനി നൽകിയ കേസാണെങ്കിലും ഇപ്പോൾ ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചുള്ള കേസാണെങ്കിലും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിനിമയെ റിവ്യൂ ചെയ്യാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുമുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ ഉള്ള യാതൊരു പരാമർശങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും കേസ് കൊടുക്കുന്നത് കൊണ്ട് ഇതിനൊരു പൂർണ്ണമായ പരിഹാരം ലഭിക്കില്ല. കാരണം പോലീസിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നതിന് പോലീസിന് തീർച്ചയായിട്ടും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ കത്തി നിൽക്കെ സിനിമാ സംഘടനകൾ തന്നെ രംഗത്ത് വരികയും ഇത്തരത്തിലുള്ള റിവ്യൂകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ റിവ്യൂ ചെയ്യുന്നതിന് തങ്ങൾ എതിരല്ലെന്നും വ്യക്തി അധിക്ഷേപങ്ങൾക്ക് എതിരെയാണ് തങ്ങൾ നിലപാടെടുക്കുന്നതെന്നും ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിലവിൽ നിലനിൽക്കെയാണ് ഇപ്പോൾ ബാന്ദ്ര എന്ന ചിത്രത്തിനെതിരെ നിരൂപണം നടത്തിയതിന്റെ പേരിൽ 7ഓളം വ്ളോഗർമാർക്കെതിരെ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. എന്തായാലും ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഭിപ്രായം വ്യക്തമാക്കുക, ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം വ്യക്തമാക്കുക എന്നത് തികച്ചും അനിവാര്യമായ കാര്യം തന്നെയാണ്. അതിൽ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ആർക്കും തന്നെ കൈകടത്താൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും അതേസമയം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അപകീർത്തിപരമായ പരാമർശങ്ങളോ ഉപയോഗിക്കാതിരിക്കാനും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ റിവ്യൂ സംബന്ധിച്ച് പല കേസുകളും കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. ഇത് ജനങ്ങളും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ കോടതിയും ഒരുമിച്ച് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ്.